നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ക്രിസ്മസ് ദിവസം ധ്യാനിക്കാൻ കഴിയണത്. അത് കർത്താവ് നിങ്ങൾക്കും എനിക്കും തന്ന, നമ്മുടെ സ്റ്റാഫംഗങ്ങൾക്ക് എല്ലാവർക്കും തന്ന ഒരു കൃപയാണ്. ക്രിസ്മസ് ദിവസം, ക്രിസ്മസ് കുർബാനയ്ക്ക് മുമ്പ് ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ അടുത്തിരുന്ന്, ഇത് നിസ്സാരമല്ല, വലിയൊരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ എല്ലാ കാലത്തും കിട്ടണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു ദുഃഖങ്ങളിലൊന്ന് എൻ്റെ ഒരു ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ നഷ്ടപ്പെട്ടതല്ലേ, തിരിച്ചു കിട്ടത്തില്ല. ഒരു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ അറബ് രാജ്യത്തായിപ്പോയി. ദുഃഖ വെള്ളിയാഴ്ചയുടെ യാതൊരുവിധ ഒരു അന്തരീക്ഷം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തായിപ്പോയി. അതൊരു എന്നും തീരാത്തൊരു നഷ്ടമാണ്. ഇതുപോലെ തന്നെ ഒരു ലാഭമാണ് നമുക്ക്. എന്താ? ക്രിസ്മസ് ദിവസം കർത്താവിൻ്റെ കൂടെ, പരിശുദ്ധ അമ്മയുടെ കൂടെ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരിടത്ത് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഇന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തത്, സമയവും സൗകര്യവും ഉണ്ടാക്കി ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നത്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ക്രിസ്മസ് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു തിരുനാളാണ്. പക്ഷേ യേശുവിനെ ആദ്യം സ്വീകരിച്ചത് ആരാ? അമ്മയാ, അല്ലേ? യേശുവിനെ എങ്ങനെ സ്വീകരിക്കാവുന്ന ലോകത്തോട് പറഞ്ഞതും അമ്മയാ. ഉദരത്തിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും എവിടെയൊക്കെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നു, അതെല്ലാം ക്രിസ്മസാണ്. യേശുവിനെ മാത്രമേ ലോകത്ത് മനുഷ്യനെ എവിടെയും സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഉദരത്തിലും ഹൃദയത്തിലും ശരീരത്തിലുമൊക്കെ. അതല്ലേ ഉണ്ണീശോനെ കൈ കിട്ടുമ്പോൾ തന്നെ ശിമയോൻ എന്താ പറയണേ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാണ് പറയണത്, അല്ലേ? ശിമയോൻ ഉണ്ണീശോനെ കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് എന്താണ് ശിമയോൻ പറയണത്? ഇതാ സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം രക്ഷ എന്ന് പറയുന്നത് ആരാ? നിശ്ചയ. അതാണ് ലൂക്കാ സുവിശേഷം എപ്പോഴും നമ്മൾ പറയുന്നതാണ്. 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ പറഞ്ഞേ, ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ അമ്മമാതാവ് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷയാണ് ഉദരത്തിൽ സ്വീകരിച്ചത്. അമ്മ എങ്ങനെയാണ് സ്വീകരിച്ചത്? ആദ്യം അതിൻ്റെ യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? പരിശുദ്ധാത്മാവ് പറഞ്ഞത് യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഫസ്റ്റ് പ്രോസസ്സ് പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? എങ്ങനെയാണ് അമ്മ ക്രിസ്മസ് ആയത്? എങ്ങനെയാണ് ക്രിസ്മസിൽ യേശുവിനെ സ്വീകരിച്ചത്? ലൂക്കാ 1:45 എലിസബത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ, നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അമ്മ എങ്ങനെയാണ് അനുഭവിച്ചത്? നിറവേറുമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ.
അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ വചനം, ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള ആഴപ്പെട്ട കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ ശിമയോനാണ് കുറച്ചുകൂടി അത് വ്യക്തമാക്കിയത്. ശിമയോൻ പറഞ്ഞു, ജീസസിനെ എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈശോയെ എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൻ്റെ പേരെന്താ? ശക്തി. പ്രൈസ് ദി ലോർഡ്. ശക്തിയാണെങ്കിൽ ക്രിസ്ത്യാനിക്കും അക്രൈസ്തവർക്കും എല്ലാം സ്വീകരിക്കാൻ പറ്റും, അല്ലേ? എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ദൈവം ഈശോയെ വിഭാവന ചെയ്തത്. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ പറയണത്, ജാതികളുടെ അപ്പോസ്തലൻ എന്താ പറയണത്? സെൻറ്റ് പോളല്ലേ അക്രൈസ്തവരുടെ അപ്പോസ്തലൻ? സെൻറ്റ് പോൾ എന്താ പറയണത്? എല്ലാവർക്കും കർത്താവിനെ സ്വീകരിക്കാം. അത് കാരണം എന്താണ്? കർത്താവ് ശക്തിയാണെന്ന്. അത് 1 കൊറിന്ത്യൻസ് 1:24 എല്ലാവർക്കും സ്വീകരിക്കാൻ വേണ്ടിയാണ് ദൈവം ശക്തിയുടെ രൂപത്തിൽ യേശുവിനെ അയക്കണത്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അതാണ് 1 കൊറിന്ത്യൻസ് 1:24. ഒന്നുകൂടി പറഞ്ഞ്, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ഈശോയെ എല്ലാ മനുഷ്യർക്കും ശരീരത്തിലും ആത്മാവിലും ജീവിത മണ്ഡലങ്ങളിലും ശക്തിയായി ക്രിസ്മസായി ഇന്ന് അനുഭവിക്കുവാൻ, ഇപ്പോഴനുഭവിക്കുവാൻ ഈ ആരാധനയെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പാടുക സന്തോഷത്തോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
അമ്മ ഈശോനെ സ്വീകരിക്കുമ്പോൾ അമ്മയ്ക്ക് ഫണ്ടമെൻ്റലായിട്ട് ആ നോളജ് ഉണ്ടായിരുന്നു. എന്താണ്? ഈശോ രക്ഷകനാണെന്ന്. അതുകൊണ്ടാണ് എലിസബത്ത് പറയുമല്ലോ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്വസ്ത്രഗീതം കൊണ്ടാണ് അമ്മ മറുപടി പറയണത്. ആ സ്വസ്ത്രഗീതത്തിൽ അമ്മ പറയും, എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ലുക്ക 1:47 അമ്മയ്ക്ക് അവസാനം വരെ ഈ ആശയങ്ങളുണ്ടായിരുന്നു, ഈ അനുഭവം. എന്താണ്? തൻ്റെ ഉദരത്തിൽ ഉരുവായ ആൾ രക്ഷകനായ ദൈവമാണെന്ന്. ആ വചനം ഒന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ശക്തി ധരിക്കാം. എൻ്റെ ഹൃദയം അമ്മേ, പരിശുദ്ധമ്മേ, ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും, ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ നാടുകളിലുമുള്ള വീടുകളിലുമുള്ള എല്ലാ മക്കൾക്കും അമ്മയുടെ സന്തോഷം, അമ്മയുടെ ആത്മസന്തോഷം, രക്ഷകനായ ദൈവത്തിൽ അമ്മ ആനന്ദം കൊണ്ടതുപോലെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദം കൊള്ളുവാൻ, രക്ഷയിൽ ആനന്ദം കൊള്ളുവാൻ എല്ലാവരെയും ഈ ലോകത്തും മുഴുവനും അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്തിനാണ് യേശുവിനെ ദൈവം ശക്തിയായി ഈ ലോകത്തിലേക്ക് അയച്ചത്? 1 കൊരിന്ത്യർ 1:24 അനുസരിച്ച് കൊണ്ട് അത് ഏത് രൂപത്തിലും, ഇപ്പം കോശങ്ങൾക്ക് വരെ ക്രിസ്മസ് ഉണ്ടാവും, ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വരെ ക്രിസ്മസ് ഉണ്ടാവും. എങ്ങനെ കാര്യം? ഈ ശക്തിക്ക് ഒരു ഡൗൺലോഡിങ് ടെൻഡൻസി ഉണ്ട്. ശക്തിയുടെ ഒരു പ്രത്യേകത എന്താണ്? വെള്ളം പോലെയാവും. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന സ്ഥലത്തേക്ക് അത് ഒഴുകിപ്പോകും. പൗലോസ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഉണ്ടാകണത് എങ്ങനെയാണെന്ന്. ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്, നേച്ചർ, അതിൻ്റെ പ്രകൃതി എന്താ? ജീസസ് പവർ എപ്പോഴും ഇങ്ങനെ ഒരു ആവഹിക്കണ ടെൻഡൻസി ഉണ്ട് അതിനെ. അതല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. സ്റ്റാറ്റിക് ആയിട്ടിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനം? ഈ ക്യാൻസറൊക്കെ എങ്ങനെ സുഖപ്പെടും? സ്റ്റാറ്റിക് പവർ ആണെങ്കിൽ, സ്ഥിരശക്തിയാണെങ്കിൽ, ശക്തിക്ക് കർത്താവിൻ്റെ ശക്തിക്ക് സഞ്ചാര പ്രവണത ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഞ്ചരിച്ച് ഈ ശക്തി എത്തണത്. അങ്ങനെയല്ലേ ശരീരത്തിന് ക്രിസ്മസ് ഉണ്ടാകണത്. ഈ ശക്തിക്ക് അതല്ലേ പൗലോസ് പറയണത്, യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞ് എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ ബലഹീനത ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന്. 2 കൊരിന്ത്യർ 12:9 കുട്ടി വായിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞ് എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനത ഓർത്തുകൊണ്ട് സ്തുതിക്കും. അപ്പോൾ ഈ ബലഹീനതയിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടാകണത്. ക്രിസ്മസ് ഉണ്ടാകണം എങ്ങനെ? രോഗമുണ്ട്, അപ്പോൾ നമ്മൾ ബലഹീനമാവും അല്ലേ? രോഗം ഉണ്ടാകുമ്പോൾ ബലഹീനമാവും. കടങ്ങൾ വരും, അപ്പോഴും നമ്മൾ ബലഹീനമാവും. കേസ് വരും, അപ്പോഴും നമ്മൾ ബലഹീനമാവും. ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലം, പരീക്ഷയ്ക്ക് തോക്കും, അപ്പോഴും നമ്മൾ ബലഹീനമാവും. മറ്റുള്ളവർ നമ്മൾ കളിയാക്കും.
നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ കയറിപ്പോവും, നമ്മളൊന്ന് കരക്ക് നിൽക്കും, അപ്പോൾ നമ്മൾ ബലഹീനമാകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ബലഹീനം. ഒരു കാര്യം നിങ്ങൾ അറിയണം, നമ്മൾ ആരെല്ലാം നമുക്കുണ്ടായാലും നമ്മൾ ഒറ്റയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് നമ്മുടെ ദൈവം തന്നെയാണ്. കർത്താവിൻ്റെ ഓരോ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. എന്താ കർത്താവ് ഇങ്ങനെ പറയണത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ദാറ്റ് മീൻസ് ബേസിക്കലി വി ആർ അലോൺ അല്ല എൻ്റെ അർത്ഥം. എന്തിനാ ആളെ കൂടെ വരുമ്പോൾ ആളെ കൂടെ വരും എന്ന് പറയണത്? ഈ ക്രിസ്മസ് പോലും എന്താ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഐ വിൽ നോട്ട് ലെറ്റ് യു ഓഫ് എന്ന് പറയണത് തന്നെയാണ് ഇമ്മാനുവൽ. ഞാൻ നിന്നെ അനാഥരായി ഒറ്റയ്ക്ക് വിടത്തില്ല. ഈ ഒറ്റക്കായി പോകുമ്പോൾ എപ്പോഴും ഓർക്കണേ, ഇങ്ങനെ ഒറ്റക്കായി പോകുന്ന ആദ്യം അറിഞ്ഞതാരാ? ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂട്ടിന് ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാ ക്രിസ്മസ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ശക്തിക്ക് ഒരു ഡൗൺലോഡിങ് ടെൻഡൻസി ഉണ്ട്. ആവഹിക്കുന്ന ബലഹീനമായ സാഹചര്യങ്ങളിൽ അത് ആവഹിച്ചെത്തും അല്ലേ? ബലഹീനമായ സാഹചര്യങ്ങളിലെ അതിനെ സുനിശ്ചിതമാക്കുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് അത് ഇതിൻ്റെ ശരീരത്തിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി എത്തണമെന്നുണ്ടെങ്കിൽ ആണത് ഹീലിംഗ് ആയിട്ട് മാറും. അതാണ് കോശങ്ങളുടെ ക്രിസ്മസ് എന്ന് അച്ഛൻ പറഞ്ഞത്. കോശങ്ങൾക്കും ഉണ്ടാകും ക്രിസ്മസ്. ക്യാൻസർ വന്ന് നിൻ്റെ കോശങ്ങൾ ദ്രവിച്ചു പോയാലും ദൈവം അതിനെ റീക്രിയേറ്റ് ചെയ്യും, കർത്താവിൻ്റെ ശക്തി അതിലേക്ക് വിട്ടുകൊണ്ട്. നിങ്ങളൊരു സാക്ഷ്യം കേട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? ഒരു 10% കോശങ്ങൾ ഉള്ളൂ, ബാക്കിയെല്ലാം ഒട്ടി ഉണങ്ങി ആൾ തീർന്നു. ഒരു അലർജി, ഒരു മരുന്ന് മാറിക്കഴിക്കുകയും ഒരു അലർജി വന്നു. അതിന് 10,000 പേർക്ക് വരുന്ന ഒരു അലർജിയാണ്. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, ഡോക്ടേഴ്സിന് അറിയാം. ഡോക്ടർ എന്താ പറഞ്ഞത്? 10%
ആളുള്ളൂ. ഒക്കെ 90% ഓൺ ഔട്ടായിപ്പോയി. എന്നിട്ട് ഈ ഉടമ്പടി എന്നുള്ള ഒറ്റ പദ്ധതി പ്രകാരമാണ് അതിൻ്റെ നേർച്ച വസ്തുക്കളും വിശ്വാസ പ്രമാണങ്ങളും പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം ശക്തി ആവഹിപ്പിക്കുന്നതിനുള്ള ത്വരിതമായിട്ടുള്ള സുവിശേഷ മാർഗങ്ങളാണ് ഉടമ്പടിയിലുള്ള എല്ലാം. ഈ ശക്തിയുടെ ആവഹനമുണ്ടല്ലോ, അത് ഷാർപ്പാക്കാനും ത്വരിതമാക്കാനുള്ള പദ്ധതിയാണ് ഉടമ്പടിയിലുള്ളത്. അത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, സാക്ഷിയുടെ രീതികളെല്ലാം. എന്നിട്ട് 24 മണിക്കൂറിലാണ് ബോഡിയിൽ കോശങ്ങളെല്ലാം തിരിച്ചു വരുന്നത്. ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞത് ഈ ഡിസംബർ മാസത്തിൽ കിടക്കുന്നുണ്ട്. അതാണ് കോശങ്ങളുടെ ക്രിസ്മസ്. കർത്താവിൻ്റെ ശക്തി, ബേസിക്കലി ജീസസ് പവർ. I said download tendency. When we pray, when we sanctify ourselves, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സുവിശേഷവിഹിതമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ ശക്തിക്ക് നമ്മളിലേക്ക് വരാനുള്ള വഴി ഒരുക്കലാണ്. 3 പാപമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല ഉടമ്പടി. അതെന്താ കാര്യം? ശക്തിക്ക് നമ്മളിലേക്ക് വരാനുള്ള വഴി ഒരുക്കലാണ്. രക്ഷകൻ വരുന്നതിന് മുമ്പ് പ്രവാചികമായ ഒരു ശബ്ദമുണ്ടാവും, മരുഭൂമിയിലെ വിളിച്ചു പറയുന്ന ശബ്ദം. അതാരുടേതാണ്? സ്നാപകൻ്റെ ശബ്ദം. കർത്താവിന് വഴി ഒരുക്കുവിൻ, വിടുവഴികൾ നിരപ്പാക്കുവിൻ, കുന്നും മലയും നിരത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഉള്ള വഴി എളുപ്പമാക്കുകയാണ്. അതാണ് ഇതിൻ്റെ മാനസാന്തരത്തിലും വിശുദ്ധീകരണത്തിലേക്കും വരുന്നത്. ക്രിസ്മസിന് മുമ്പുള്ള അഡ്വൻ്റ് ഇന്ന് അവസാനിക്കുക. ക്രിസ്മസിന് മുമ്പുള്ള ചെറിയ നോൻപില്ലേ, ഇന്ന് രാത്രി അവസാനിക്കും. ഈ കാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ഉപവിപ്രവർത്തനങ്ങളിലൂടെ കർത്താവിൻ്റെ വരവ് ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യണത്. കർത്താവിൻ്റെ വരവ്, രക്ഷകൻ്റെ വരവ് ത്വരിതപ്പെടുത്തുവാനും സമയം ചുരുക്കുവാനും നമ്മൾക്കാണ് അതിൻ്റെ മോഡുലേഷൻ റെഗുലേഷൻ പോയിൻ്റ് ഉള്ളത്. ഉടമ്പടിയിൽ അതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ നമ്മളിലേക്കുള്ള വരവ്, അത് ശരീരത്തിലേക്കുള്ള വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ദ ഹീലിംഗ്. കർത്താവിൻ്റെ ശക്തി ശരീരത്തിൽ വരുമ്പോൾ എന്നാ സംഭവിക്കണത്? അത് ഹീലിംഗ് ആയി മാറും, സൗഖ്യമായി മാറും. അതാണ് രോഗത്തിൻ്റെ അനേക സൗഖ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ ഉടമ്പടിയെ ഒരു പാഠ്യപദ്ധതി പോലെ, ഒരു പ്രയോഗ പദ്ധതി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ആവഹിക്കാനുള്ള മരിയൻ രീതികൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനകളിലെ ഞങ്ങളെ കൂടുതൽ പ്രബുദ്ധതയുള്ളവരാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രക്തസ്രാവ രോഗി എങ്ങനെയാണ് സുഖപ്പെട്ടത്? ലൂക്കാ 8:40 അവൾക്ക് ഈ ശക്തി ആവഹിപ്പിക്കാനുള്ള ഒരു തന്ത്രം അവൾ പഠിച്ചു വെച്ച്. അങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്? അവൾ പിറകിൽ കൂടി വന്ന് അവൾ വിചാരിച്ചത് എന്താണെന്നറിയാമോ? അവളുടെ വിചാരം ഭയങ്കരമായിപ്പോയി. അവൾ വിചാരിച്ചത് കർത്താവിൻ്റെ കയ്യെ മാത്രമല്ല, കർത്താവിൻ്റെ ശരീരത്ത് കിടക്കണ നൂലിന് വരെ പവറാണെന്നാണ് വിചാരിച്ചത്. നമ്മളുടെ അനുഭവങ്ങളെന്ന് പറയണത് നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും. എന്തിനാണ് ഈ പ്രബോധനം കേൾക്കണത്, പ്രഭാഷണം കേൾക്കണത്? അറിവ് കൂട്ടാൻ വേണ്ടിയാണ്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂട്ടുമ്പോൾ അറിവിന് ആനുപാതികമായിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ കിട്ടണത്. അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? ബോധ്യം കിട്ടും. ബോധ്യം നമുക്ക് എന്നാ തരും? സാക്ഷ്യം തരും. സാക്ഷ്യം എത്രയുണ്ട്? 2: വേദസാക്ഷ്യം, രക്തസാക്ഷ്യം. മരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എന്നാൽ മരിക്കാതെ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാം.
ഞാൻ ചില രക്തസാക്ഷികളെ ഇങ്ങനെ കയറി പിടിക്കണം കണ്ടിട്ടില്ലേ, കെട്ടിപ്പിടിക്കണം കണ്ടിട്ടില്ലേ? എന്തിനാ അവരോട് പറയണമെന്നറിയാം? അപ്പോൾ ചില രക്തസാക്ഷികളെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്തിനാണ് പിടിക്കണത്? മാക്സിമം ഞാൻ പറയാം, മാക്സിമം എന്തുമാത്രം വീണ് കഴിഞ്ഞ കർത്താവ് മാതാവിനെ കൊണ്ട് ഞാൻ താങ്ങിച്ചോളാം. പക്ഷെ വീഴാതെ ഇത്രയും നാൾ എന്തുമാത്രം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാൻ പറയും. എന്താ അറിയാമോ? സംശയമുള്ള ഭർത്താവ്, മദ്യപാനിയായ ഭർത്താവ്, അയാളുടെ കൂടെ ജീവിക്കണം എന്താണ്? രക്തസാക്ഷിത്വമാണ് ശരിക്കും. ഈ രക്തസാക്ഷിയോട് ഞാൻ പറയും, എന്തുമാത്രം പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയും. വിഷമമില്ലെങ്കിൽ ഇത്തിരി പിടിച്ച് നിൽക്കണം. എന്തിനാണ്? പുണ്യങ്ങൾ ആർജിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. നിത്യതയോളം കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആസ്തി വേണ്ടേ? അപ്പോൾ ആസ്തി എടുക്കാൻ, ആർജിക്കാൻ, പണിയെടുക്കാൻ ചിലരോട് നമ്മൾ എന്താ പറയണത്? പണിയെടുക്കാൻ പറ്റണത്രയും പണിയെടുക്കും. ആർജിക്കാൻ നമുക്ക് ബ്രെഡ് വിൻ ചെയ്യാൻ പറ്റണ അത്രയും ബ്രെഡ് വിൻ ചെയ്യും. ചില അപ്പന്മാർ പറയില്ല, അച്ഛാ ഞാൻ പറഞ്ഞ് 10-70 വയസ്സായില്ലേ, ഇനി പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അച്ഛാ ആരോഗ്യമുണ്ട്, പറ്റണ അത്രയും ചെയ്യട്ടെ എന്ന് പറയും. ചില ആൾക്കാർക്ക് ആധ്യാത്മിക ആരോഗ്യം കൂടുതലാണ്. ചിലർക്ക് ശാരീരിക ആരോഗ്യം കൂടുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് ആധ്യാത്മിക ആരോഗ്യം കൂടുതലാണ്. എന്താണെന്നറിയാമോ? അവരിങ്ങനെ സംശയിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയും അതുപോലെ ഉപദ്രവിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവിത സാഹചര്യത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെ അവർ സർവൈവ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഭയങ്കര കരുത്താണ്. എന്തുകൊണ്ട് അവർക്ക് ഹൃദയത്തിന് കരുത്ത് കിട്ടുന്നത്? ഹൃദയത്തിന് കരുത്തുള്ള കുറേ പേരുണ്ട്. ഇവരെയാണ് പുണ്യവതികൾ, പുണ്യവാന്മാരെന്നൊക്കെ പറയണത്. എന്താ കാര്യം എന്നറിയാമോ? ഹൃദയത്തിൻ്റെ കരുത്തും ബോഡി കരുത്തും രണ്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡിക്ക് കരുത്ത് കിട്ടും അല്ലേ? പക്ഷെ നമ്മൾ എന്നാ കഴിച്ചാലും ഒരു 90 ആകുമ്പോൾ തന്നെ 90 വയസ്സാകുമ്പോൾ എന്ത് കഴിച്ചായിട്ട് ഒരു പിടിയും കിട്ടത്തില്ല. ഞാനൊരു കന്യാസ്ത്രീ കാണാൻ പോയി. അവരുടെ ചെറുപ്പക്കാരൻ ഞാനവരെ കണ്ടിട്ടുണ്ട്. അവരുടെ സിക്കായുടെ സമയത്ത് കാണാൻ ചെന്നപ്പോൾ എന്നേക്കാൾ കഷ്ടമായിട്ട് കിടക്കണം. അപ്പോൾ ആ ശരീരത്തിൽ ആർജിച്ച ആരോഗ്യമൊക്കെ ഇവിടെ പോയി. ഇറ്റ് ഈസ് സോൺ ഔട്ടായിപ്പോയി. അതാണ് ഈ ശരീരത്തിൻ്റെ ഒരു കുഴപ്പം. ശരീരം എന്നാ കഴിച്ചാലും ഒരു ടൈം കഴിയുമ്പോൾ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പോകുന്നത് വേസ്റ്റായി പോകും. അത് പിന്നെ ശോഷിച്ച് പോകും. ശോഷിക്കലെന്ന് പറഞ്ഞ സംഭവമുണ്ട് ശരീരത്തിന്. അതിങ്ങനെ ഫിസിക്കൽ ബ്ലെസ്സിങ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കുഴപ്പമാണ്. ഫിസിക്കാലിറ്റിയിലേക്കാണ് നമ്മൾ ശക്തി ആർജിക്കണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരീരം താങ്ങത്തില്ല, ശരീരം അക്സെപ്റ്റ് ചെയ്യത്തില്ല. മരുന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ ചിലപ്പോൾ ശരീരം അല്ലേ? ചില പറയും, ഡോക്ടർ പറയും 72 മണിക്കൂർ കഴിയട്ടെ, ഈ മരുന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ രക്ഷപ്പെടും. പക്ഷേ അത് ഡോക്ടറിൻ്റെ കയ്യിലില്ല. മരുന്ന് അക്സെപ്റ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. ബോഡിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അക്സെപ്റ്റ് ചെയ്യിക്കാൻ, ഒരു റിജക്റ്റ് ചെയ്യണം മെഡിസിൻ, ബോഡിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കാൻ മെഡിക്കൽ സയൻസ് എന്ത് ചെയ്യും? ചില സമയത്ത് സഹായം നിൽക്കും. ബോഡിയുടെ ഒരു പ്രത്യേകത നേച്ചറാണത്. അപ്പം അരി എത്തിയെന്ന് ആയുർവേദക്കാരൻ പറഞ്ഞത് എന്താ? കഞ്ഞിവെള്ളം കുടിച്ചാൽ അതിന്ന് പുറത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അരി എത്തി. കാര്യം മാക്സിമം മലയാളി കഴിക്കാൻ പറ്റണത്, ഈസിയായിട്ട് കഴിക്കാൻ പറ്റണത് കഞ്ഞിയാണ്. അതും കഴിക്കാൻ പറ്റണില്ലെങ്കിൽ ബോഡി പിന്നെ ഒന്നും കഴിക്കത്തില്ല, അരി എത്തി എന്ന് പറയും. ആത്മാവിന് മാത്രം അരി എത്തത്തില്ല. ശരീരത്തിനൊക്കെ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ശരീരത്തിലേക്ക് സ്വീകരിച്ചാലും ഒരു കാലം കഴിയുമ്പോൾ ശരീരത്തിന് പിന്നെ താങ്ങാൻ പറ്റാതെ വരും. ശരീരത്തിൻ്റെ കപ്പാസിറ്റി തീരും. അതുകൊണ്ട് ശക്തി ദൈവം ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്കും തരും. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിക്കണം. ഇപ്പം നമ്മളെന്താ പറഞ്ഞത്? ക്രിസ്തു ബേസിക്കായിട്ട് എന്താണ്? നമ്മൾ എല്ലാ ജനതകൾക്കും വേണ്ടി അനുഭവിക്കാൻ വേണ്ടി ക്രിസ്തു ആരായി മാറി? ശക്തിയായി മാറി. ശക്തി ബോഡി വരുമ്പോൾ രക്തസ്രാവക്കാരിയൊക്കെ പോലെ ലുക്ക 8:40 അനുസരിച്ച് കൊണ്ട് സൗഖ്യമായി മാറും. ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോഴോ അത് ബ്ലെസ്സിങ്സ് ആയിട്ട് മാറും. എന്നുവെച്ചാൽ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സ്. ഇപ്പം നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, അതിന് നമുക്ക് എന്താ വേണ്ടത്? സൗഖ്യമാണോ വേണ്ടത്? അല്ലല്ലോ, ബ്ലെസ്സിങ്സാണ് വേണ്ടത്, ഫിസിക്കൽ ഫേവേഴ്സാണ് വേണ്ടത്. അതിലേക്ക് സഞ്ചരിച്ചെത്തണം ശക്തി. അതാണ് പൗലോസ് ഭയങ്കര രസമാണ്. പൗലോസ് പറയും ജീസസ് ഇസ് എവരിത്തിങ്. കർത്താവ് പൗലോസ് അല്ലേ? കൊളോസ്യസ് 3:11 ഈശോ എല്ലാമാണെന്ന്, എല്ലാവരിലുമാണ്. കൈയിട്ടിച്ച് കിടത്താണ്. യേശു സ്വന്തം
പൗലോസ് എന്ത് ആക്യുറേറ്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു എല്ലാമാണ്. പറഞ്ഞേ, എല്ലാവരിലുമാണ്. അതാണ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആകുന്നത്. എങ്ങനെയാണ്? നമുക്ക് ലൂക്ക 2:30 പൗലോസിൻ്റെ കൊളോസ്യസ് 3:11 കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ അക്രൈസ്തവർക്കും ക്രിസ്തു തന്നെയാണ് രക്ഷകരെന്ന് കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ക്രിസ്തു എല്ലാമാണ്. പറഞ്ഞേ, എല്ലാമാണെന്ന് പറയുമ്പോൾ സൗഖ്യം മാത്രമല്ല എന്നർത്ഥം അല്ലേ? പിന്നെന്താ? ഇന്നലെ ഒരു സാക്ഷി ഞാൻ കേട്ടു, തിങ്കളാഴ്ച, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ അത് റെഫർ ചെയ്തു, ഇപ്പോഴും റെഫർ ചെയ്യണം. എന്നുവെച്ചാൽ ഒരു ലേഡി, സിംഗിൾ ലേഡി, നമ്മുടെ മലയാളിയാണ്, ഒന്ന് ഉടമ്പടി ചെയ്തതാണ്. അവർ ജോലി തേടി യൂറോപ്പിൽ പോകുന്നു. അവർക്ക് അധികം വയസ്സൊന്നുമില്ല, 26, 27 വയസ്സുണ്ട്. അവർ പറയണത്, ഞാൻ യൂറോപ്പിൽ 4 കൺട്രിയിൽ ഒറ്റക്ക് പോയെന്ന്. 4 രാജ്യങ്ങളിൽ ഒറ്റക്ക് പോയെന്ന്. എനിക്ക് എൻ്റെ വിസ എക്സ്പയർ ആകാൻ പോയപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ചു. ആകപ്പാടുള്ള ബലം എന്താണ്? ഉടമ്പടി ബലം മാത്രമേ ഉള്ളൂ. അവസാനം എനിക്ക് തോന്നി ഞാൻ B2 എക്സാം എഴുതാൻ തോന്നി. എനിക്ക് B2 എക്സാമായിട്ട് ജർമ്മനുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് ജർമ്മനുമായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഒരു സാക്ഷി നമ്മളിപ്പോൾ കേട്ടില്ലേ, ഒരു ഭാഷ അറിയാൻ പാടാത്ത കുഞ്ഞിൻ്റെ നെറ്റിക്ക് ഉടമ്പടി കാശുരം വെച്ചിട്ട് അവൻ എനിക്ക് സ്കോളർഷിപ്പ് എഴുതണം അമ്മയെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നീയും പോയി എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ എന്താ ചെയ്തത്? ഉടമ്പടി കാശുരം അവൻ്റെ നെറ്റിക്ക് വെച്ചു. എന്നാ ജ്ഞാനമൊന്നും അറിയത്തില്ല. കാര്യം ഈ ജ്ഞാനത്തോട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യണത് എവിടെയാണ്? നെറ്റിയിലാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടി കാശുരവും അവർ നെറ്റിക്ക് വെച്ച് വിശ്വാസം പോകണം ചൊല്ലിയിട്ട് പറഞ്ഞ്, ഇനി നീ പോയി സ്കോളർഷിപ്പ് എഴുതുക. എന്നുവെച്ചാൽ നിനക്കറിയാത്ത മലയാളവും അറിയാത്ത ഇംഗ്ലീഷും എഴുതാൻ. എന്നിട്ട് അവൻ സ്കോളർഷിപ്പിന് എങ്ങനെ 1ാം സ്ഥാനത്ത് കിട്ടണത്? കാര്യം യേശു കുഞ്ഞിനെ പഠിപ്പിച്ച ആളാണ് അതിൻ്റെ കൂടെ വരണത്. ഈശോനെ ആദ്യം അക്ഷരം പഠിപ്പിച്ചത് ആരാ? അമ്മയാ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജനമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജനമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഈ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിന് എങ്ങനെയാണ് ബോധജ്ഞാന സിംഹാസനം ആയത്? ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് അങ്ങനെ ആയത്. നമുക്ക് ബോധജ്ഞാന സിംഹാസനമാകാം. എങ്ങനെയാണ്? ദൈവത്തോട് വിശ്വാസപൂർവ്വം സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ജീവിതത്തിൻ്റെ വലിയ പ്രാരാബ്ധങ്ങളിൽ നമ്മൾ ഗതിമുട്ടി മൊഴിമുട്ടി നിൽക്കത്തില്ലേ? അപ്പോൾ ദൈവത്തോട് വിശ്വാസി സ്നേഹത്തോടെ ചോദിക്കണം, ഹൗ കാൻ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കുമെന്ന് ഒരു മരിയൻ ചോദ്യമാണത്. മരിയൻ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫുൾ പെർസെൻറ്റ് അത് വിശ്വാസപരമായിരിക്കും, ഫുൾ പെർസെൻറ്റ് അത് ദൈവസ്നേഹത്തിലായിരിക്കും. എല്ലാവർക്കും ചോദിക്കാൻ പറ്റും ദൈവത്തോട്. പക്ഷെ മരിയൻ ചോദ്യം, മരിയൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഫുൾ ആൻഡ് ഫുൾ ദൈവസ്നേഹത്തിലായിരിക്കും. ദൈവസ്നേഹത്തിലാണ് മാലാഖ അമ്മയോട് ചോദിച്ചത്. ദൈവവിശ്വാസത്തിലാണ് അമ്മ മാലാഖയോട് ചോദിച്ചത്, ഹൗ കാൻ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? പണ്ട് ദൈവസ്നേഹമില്ലാതെ ഒരു മനുഷ്യൻ സംസാരിച്ചു. അവനോട് ദൈവം പറഞ്ഞു, ഇനി നീ സംസാരിക്കണമെന്ന് പറഞ്ഞ്. അവൻ്റെ പേരാണ് സക്കറിയ. അല്ലേ? അവൻ ചോദിച്ചില്ലേ, എൻ്റെ ഭാര്യ പ്രായമായ ആളാണല്ലോ, ഞാൻ കിഴവനാണല്ലോ എന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ സംഭവിക്കുമെന്ന്? പക്ഷെ അവന് ദൈവസ്നേഹമില്ലായിരുന്നു. അവൻ നിൽക്കുന്ന സ്ഥലം എന്താണെന്ന് പോലും അവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ മാലാഖയ്ക്ക് അറിയാമായിരുന്നു അവരെ നിൽക്കുന്ന സ്ഥലം ആരാണെന്ന്. ഒരു മാലാഖ മറുപടി പറഞ്ഞു, ഞാൻ ദൈവതിരുസന്നിധിയിലെ ഗബ്രിയേലാണ്. നീ ദൈവതിരുസന്നിധിയിലാണ്. നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്കത് അറിയാൻ പാടില്ല. ദൈവതിരുസന്നിധി നിൽക്കണമെന്ന് നിനക്കറിയാൻ പാടില്ലാത്ത കൊണ്ട് നീ ഇനി സംസാരിക്കേണ്ട. കൈയിട്ടിച്ച് കിടത്താൻ ഹല്ലേലൂയ. അനുഗ്രഹത്തിൽ അധിപതിയ
ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? അമ്മ എങ്ങനെയാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ബോധജ്ഞാന സിംഹാസനം അയാളുള്ള ഗുണം അറിയാമല്ലോ. എല്ലാ അറിവുകളും വരും. ഇപ്പം അമ്മച്ചിക്ക് വന്നില്ലേ, അമ്മ ആ കാശ് എടുത്ത് കുഞ്ഞിന് നെറ്റിയിൽ എന്താ ഒട്ടിച്ച് വെച്ചത്? അവിടെയാണ് ബോധജ്ഞാനം ഉള്ളതെന്നറിയാം. എൻ്റെ ഫോക്കൽ പോയിൻ്റാണ്. അമ്മ എങ്ങനെയാണ് ബോധജ്ഞാന സിംഹാസനമായത്? നമ്മൾക്കും അതുപോലെ ആകാൻ പറ്റുമെന്നല്ലേ ഇപ്പോഴ് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അമ്മ എങ്ങനെയായത്? ഒറ്റ ചോദ്യം ചോദിച്ചിട്ടാണ് ആയത്. എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ക്രിസ്മസ് ഉണ്ടായത് ആ ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്. എങ്ങനെ സംഭവിക്കുമെന്നും ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളെ പോലെ ദൈവത്തൊരു സ്നേഹത്തോടെ ചോദിച്ചു. എല്ലാവരും ചോദിച്ചു കാണും. അമ്മയെപ്പോലെ പലരും പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ വഴിമുട്ടി നിന്നപ്പോൾ പല മനുഷ്യന്മാരും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വിത്തൗട്ട് ലവ്, വിത്തൗട്ട് ഫെയ്ത്ത് ചോദിച്ചു കാണാം. ഞാനും നീ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ സ്നേഹത്തോടെ ആയിരിക്കണം നിർബന്ധമില്ല. സക്കറിയ ചോദിച്ച പോലെയാവും. സംശയത്തോടെ ചോദിക്കും. ദൈവത്തോട് ഫസ്റ്റ് പേഴ്സൻ്റെ വിശ്വാസത്തോടെ ചോദിച്ച ഒരാളാണ്. ദൈവം മറുപടി പറയും. വിശ്വാസത്തോടെ ചോദിച്ചാൽ ദൈവം മറുപടി പറയും. വിശ്വാസത്തോടെ ചോദിച്ചില്ലെങ്കിൽ ദൈവം പറയും വാങ്ങൂടാ എന്ന് പറയും. അതാണ് സക്കറിയായോട് പറഞ്ഞത്. പക്ഷേ മറിയം ഒരു സ്വസ്ത്രഗീതമാണ് പിന്നീട് പാടിയത്. മറിയം ദൈവസ്നേഹത്തോടെയാണ് ചോദിച്ചത്. മറിയം ദൈവവിശ്വാസത്തോടെയാണ് ചോദിച്ചത്. അപ്പോൾ ദൈവം പറഞ്ഞു, ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും. ദൈവമകളെ, നീ ചോദിച്ച ചോദ്യം അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പ തന്ന ഉത്തരമാണത്. എന്ത് സംഭവിക്കാം, എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ വഴിമുട്ടിയാലും ഇതിനെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യും, അതിജീവിക്കുമെന്ന് ചോദിച്ചാലും ദൈവത്തിൻ്റെ കയ്യിലും മറുപടിയുണ്ട്. ആ മറുപടിയുടെ പേരാണ് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, അത്യുന്നതൻ്റെ ശക്തി. അത് നിൻ്റെ മേൽ എഴുന്നള്ളും. അത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് അമ്മ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞപ്പോൾ ബോധജ്ഞാന സിംഹാസനമായ അമ്മ എന്താണ് കേട്ടതിൻ്റെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അവൾ അഡ്ഹിയർ ചെയ്യും. എന്താണ് പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട്. എല്ലാത്തിനും ഉത്തരമുള്ള ദൈവമാണ് ശക്തിയായി നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ സൗഖ്യമാവുകയും ജീവിതത്തിൽ അത് അനുഗ്രഹമാവുകയും ചെയ്യും. അതാണ് 4 രാജ്യങ്ങളിൽ ഞാൻ ചുറ്റി നടന്നു. എന്താണ് എൻ്റെ ജീവിതമെന്നും ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ബോധജ്ഞാന സിംഹാസനമായ അമ്മ എന്നോട് പറഞ്ഞു, നീ B2 എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ അവിടെ തരപ്പിപ്പിടിച്ചൊരു ട്യൂട്ടറെ കണ്ടുപിടിച്ചു. ജർമ്മനിയിലെ മലയാളിക്ക് ഇറങ്ങി നടക്കുകയാണ്. അവൾ അവിടെ നിന്ന് ട്യൂട്ടറെ കണ്ടുപിടിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സമയവും സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചാൽ പോലും B2 കരകയറാൻ വലിയ പാടാണ്. ഇത് ജർമ്മനിയിൽ പോയിട്ട് ആദ്യം പോയി ലാൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. ഒറ്റ കോഴ്സ് കൊണ്ട് തന്നെ അമ്മ മാതാവ് സഹായിച്ച് അവൾ B2 പാസ്സായി. ജർമ്മനി ജോലിയും കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നത്. ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോഴേ അതെന്തായി മാറും? ബ്ലെസ്സിങ്സായി മാറും. അതിനാണ് ജോലി, വീട്, വിവാഹം എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും പ്രവർത്തിക്കണം. കണ്ടില്ലേ? ഇപ്പോൾ ഒരു സാക്ഷ്യം കണ്ടില്ലേ? ചെങ്ങന്നൂർ കാര്യത്തിയുടെ ചേച്ചി എന്നാ ശാസ്ത്രം പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കുന്നും മലയും കിടപ്പുണ്ട്. അതെങ്ങാനും ഇടിഞ്ഞ് വീടാണെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. എല്ലാത്തിനും സമാധാനം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പുലിവാരുകളെല്ലാം സബ്സൈഡ് ചെയ്യുന്ന വഴി കണ്ടില്ലേ? ജീസസ് ഈസ് ഓൾ, ജീസസ് എവരിത്തിങ്. കർത്താവ് എല്ലാമാണ്. എല്ലാമായ ദൈവം ശക്തിയായി അവിടെ ജീവിതത്തിലേക്ക് ജീവിത മണ്ഡലങ്ങൾ വരുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് മാറുന്നു. അത് ജോലിയായി, വീടായി, വിവാഹമായി, സ്വസ്ഥതയായി, സമാധാന പെറുക്കാനുള്ള ഇടമായി മാറുന്നു. കൈയടിച്ച് കിടത്താണ് ചൊല്ലുക. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോക